സെക്യുലർ നേതാവ് എന്തിനാണ് ആ പെൺകുട്ടിയെ മതപരിവർത്തനം നടത്തിയിട്ട് ക്രിസ്ത്യാനിയാക്കിയത്? ആ കുട്ടിയുടെ അച്ഛനോട് ചോദിച്ചാൽ പറയും. എങ്കിലും പി സി ജോർജ് പറയണ്ടേ ഹിന്ദുവായിട്ട് തന്നെ എൻ്റെ മരുമകളായി അവൾ ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൂടായിരുന്നു? ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ പട്ടാസ്, ചോദിക്കുക ആ കുഞ്ഞിനോട്. ആ കുട്ടിയുടെ ആഗ്രഹവും ആ കുട്ടിയുടെ അച്ഛൻ്റെ ആഗ്രഹവും അതും കൂടെ പറഞ്ഞേക്കാം. ഒരു ദിവസം അദ്ദേഹം വീട്ടിൽ വന്നു, ഫോണിൽ വിളിച്ചിട്ട് വന്നതാണ്. ഞാൻ അന്നേരം പുള്ളി വന്നുകൊണ്ട് ഓടിച്ചെന്നു. എന്താ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഷോൺ, എൻ്റെ മകൻ ചാക്കോച്ചൻ എന്നാണ് ഷോൺ എന്നാണ് വിളിക്കുന്നത്. ഷോൺ പ്രാക്ടീസ് ചെയ്യുന്നത് തിരുവനന്തപുരത്താണോ കോട്ടയത്താണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കോട്ടയത്തായിരിക്കുമല്ലോ അത്. അപ്പം ഇവിടെ ആയിരിക്കും താമസം. ഞാൻ എൻ്റെ കൂടത്തിൽ ഇപ്പോൾ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ കൂടത്തിൽ അവനും അവൻ്റെ ഭാര്യയ്ക്ക് ഇവിടെ താമസിക്കുക, എൻ്റെ വീട്ടിൽ തന്നെ താമസിക്കണം. അത് കഴിഞ്ഞ് മാറിക്കോട്ടെ, ഇഷ്ടമുള്ള മാറാം. ഇപ്പോൾ ഉടനെ ഞാൻ അല്ല തിരുവനന്തപുരത്ത് വന്നാലും ഞാൻ അത് ഇഷ്ടപ്പെടുന്നില്ല. എനിക്കതിന് 5-6 പിള്ളേരില്ലല്ലോ, ഉള്ളതിന് ഒരെണ്ണത്തിന് അങ്ങോട്ട് വിട്ടാൽ പിന്നെ ഞാനിവിടെ എന്ത് ചെയ്യും? അപ്പോൾ അങ്ങനെ പറഞ്ഞു, അങ്ങനെയെങ്കിൽ എൻ്റെ മകളെ ക്രിസ്ത്യാനിയാക്കണമോ? ഞാൻ വിചാരിച്ചു എന്തിനാ? ആ കുട്ടി ഹിന്ദുവായിട്ടിരുന്നാൽ ഒരു കുഴപ്പമില്ല, ചോദിച്ചോളൂ, സത്യം ചെയ്ത് ഞാൻ പറയും. ആ കുട്ടി ഹിന്ദുവായിട്ടിരിക്കട്ടെ, എന്താ കുഴപ്പം? ഹിന്ദുവായിട്ടിരുന്നാലും അരുത്തപ്പള്ളി വെച്ച് കെട്ടിച്ചോളാം എന്ന് ബിഷപ്പ് സമ്മതിച്ചിട്ടുണ്ട്, അതിന് കുഴപ്പമില്ല, പിന്നെന്താ പ്രശ്നം? അപ്പോൾ അങ്ങേര് പറഞ്ഞൊരു അത് അദ്ദേഹത്തോട് എനിക്ക് ബഹുമാനം വർദ്ധിച്ചതുള്ളൂ. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞു, നമ്മളെല്ലാം മരിക്കും, അത് കഴിയുമ്പം എൻ്റെ മകൾ ഹിന്ദുവായിട്ടും എൻ്റെ മകളുടെ ഭർത്താവ് ക്രിസ്ത്യാനിയായിട്ടും മകളിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളും ക്രിസ്ത്യാനിയായിട്ട് വളരുകയും അതിനെല്ലാം അരുത്തപ്പള്ളിയിൽ അടക്കുകയും എൻ്റെ മകളെ മാത്രം നിങ്ങൾ തെമ്മാടിക്കൂടി കൊണ്ട് അടക്കുകയും ചെയ്യും. എനിക്കതിന് സൗകര്യമില്ലെന്ന്. സാർ കറക്റ്റാണ് അങ്ങനെ പറഞ്ഞു. അത് കറക്റ്റാണെന്ന് പറയണമെങ്കിൽ താങ്കൾ അതും കൂടി പങ്കുവെച്ചു നടത്തും. പങ്കുവല്ല, മാർക്കില്ല. പുള്ളി പറഞ്ഞ കറക്റ്റാണ്. അത് കറക്റ്റാണെന്ന് താങ്കൾ പറയുമ്പോൾ അതാണ് ശരി. ശരിയെന്നല്ല ഞാൻ സംഭവിക്കുന്നത് എന്താ, ഞാനില്ലായിരിക്കാം, അദ്ദേഹം ഇല്ലായിരിക്കാം, പക്ഷേ മകൻ, അത് മകൾ, ആ മകൾ ഹിന്ദുവായിട്ട് ജീവിക്കുകയും മകൻ ക്രിസ്ത്യാനിയായിട്ട്, കുഞ്ഞുങ്ങളെ എല്ലാം ഞങ്ങളുടെ അരുത്തപ്പള്ളിയാണ്. സ്വാഭാവികമായിട്ട് അവിടെ കല്ലറയാണ്, ഞങ്ങൾക്ക് ഡബിൾ കല്ലറയാണ് അവിടെ. ഞങ്ങളെ എൻ്റെ മകനെ അതിനകത്ത് അടക്കും, അങ്ങനെ നിയമം ഞങ്ങളുടെ. പക്ഷേ കൊച്ചിനെയോ മകൻ്റെ ഭാര്യയെ അവിടെ കൊണ്ട് ജീവിക്കുന്ന കാലഘട്ടത്തെക്കുറിച്ചല്ലേ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ടത്? അല്ല, ഞാൻ ദൈവവിശ്വാസിയുണ്ട്. അത് കഴിഞ്ഞുള്ള സത്യക്രിസ്ത്യാനിയായിട്ടുള്ള പി സി ജോർജ് മകൻ ഒരു ഹിന്ദുവിനെ വിവാഹം കഴിക്കുന്ന സമയത്ത് ചെറിയൊരു പിടുത്തം, ഇപ്പം നമ്മൾ സത്യം പറയുന്നൊരു സ്ഥലമാണല്ലോ. അതെ, ചോദിച്ചോളൂ. ഒരു ആദ്യം ഒന്ന് മോനെ വേണോ, നമ്മുടെ സമുദായത്തിൽ നിന്ന് പോരെ? ഞാൻ ചോദിച്ചില്ല ബേട്ടാ, ഭാര്യയെ കൊണ്ട് ചോദിപ്പിച്ചില്ലേ? ഭാര്യയെ വിഷമിച്ചു. അത് ഇന്ന് വിളിച്ചു നോക്കുന്നത്. ഭാര്യയുടെ പ്രശ്നം എന്താണെന്ന് പറയുക, ഇത് എങ്ങനെയോ അവളറിയുന്നു. അവളറിഞ്ഞ് വലിയ പ്രശ്നമുണ്ടായി. പ്രശ്നമുണ്ടായെന്ന് പറഞ്ഞ് ഇവളെ കൊച്ചിനെ അറിയില്ലല്ലോ, ഭയങ്കര പ്രശ്നമായി. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിന് ഇരുന്ന് പ്രശ്നം അവിടെ ഒരു ദിവസം ചെന്നപ്പോൾ അവളെ കരഞ്ഞ് കുത്തി കട്ടിലേ കിടക്കുക. ഞാൻ പേടി അവന് ഇഷ്ടമുള്ള പെണ്ണെ കെട്ട് നീ എന്തിനാ വഴക്കുണ്ടാക്കുന്നത്? എനിക്കിഷ്ടമായിട്ടില്ല, ഞാൻ നിന്നെ കെട്ടത്. പക്ഷെ എന്നാലും താങ്കൾക്ക് കുറച്ച് ദിവസം ഒരു നീരസം ഉണ്ടായിരുന്നു. ഒരു നീരസം ഉണ്ടായിരുന്നു. ചാക്കോച്ചൻ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ചാക്കോച്ചനെ കഴിഞ്ഞ് ഇപ്പം ചാക്കോച്ചനെ മുട്ട നിർത്തി അടിക്കാൻ, കാരണം കളവാത്. അതുകൊണ്ടാണ് അവൻ പറയാതിരിക്കുന്നത്. നിങ്ങളുടെ കുഴപ്പം ഇതാണ്, നിങ്ങൾ ഈ പറഞ്ഞ പോലെ അവൻ സത്യം പറഞ്ഞു തുടങ്ങിയാൽ അവനെ ചവിട്ടും. ഇല്ല, സത്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ എന്നിട്ട് ചാക്കോച്ചോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നീ ആ കൊച്ചിനെ കൊണ്ട് നിൻ്റെ അമ്മയൊന്ന് വിളിപ്പീര്, അപ്പോൾ അമ്മ ഒന്ന് അലിയുമായിരിക്കും. ഞാൻ നമ്മുടെ ചാക്കോച്ചോട് പറഞ്ഞു. എത്രയോ കുരുത്തക്കേട് ഞാൻ ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ വിളിച്ചിട്ട് ഭാര്യനെ അറിയിപ്പിച്ചിട്ടുണ്ട്. അത് പോട്ടെ, ഞാൻ സ്നേഹിച്ചാന്ന് കെട്ടിയത്, അതുകൊണ്ടാണ് ഈ പറയുന്നത്. അപ്പോൾ അവളെ പറഞ്ഞ പോലെ ആ കൊച്ച് ഉഷയെ വിളിച്ച് ഒരു 5 മിനിറ്റ് സംസാരിക്കുക. സത്യമായിട്ട് അവൾ പോക്കറ്റിലാക്കി. ജഗതിയുടെ മകളാണ്, മിടുക്കിയാണ്. ഞാൻ പിറ്റേ ദിവസം ഒരു 2-3 ദിവസം കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ രാത്രി വീട്ടിൽ വന്നപ്പോൾ ഉഷ പറഞ്ഞ് ഞാൻ രാവിലെ തിരുവനന്തപുരം പോകാമെന്ന്. ഞാൻ എന്തിനാ നാളെ എന്നെ എത്ര അത്യാവശ്യം, അപ്പോൾ എനിക്ക് ആ കൊച്ചിനെ കാണണം. അവൾ പോയി. രാവിലെ 5 മണിയായപ്പോൾ ഏറ്റവും സ്ഥലം ഫ്ലാറ്റായി. പിന്നെ വൈകുന്നേരം തിരിച്ചു വന്നപ്പോൾ അവള് ഈ കൊച്ചിനെ മതി എന്നുള്ള സത്യമാണ്. അപ്പോൾ താങ്കൾ നൽകിയ ഒരു ഉപദേശമാണ് അതിന് ഈ പ്രശ്നമില്ലാതാക്കിയത്. ചാക്കോച്ചൻ ഒരുപാട് കാര്യം എന്നോട് പറഞ്ഞിരുന്നു, ഇങ്ങനെ പപ്പ ദേഷ്യപ്പെട്ട കാര്യം, പക്ഷെ അത് ഞാൻ പറയില്ല എന്ന് പറഞ്ഞു. പക്ഷേ വേറെ നിനക്ക് ചവിട്ട് കിട്ടാത്ത കാര്യങ്ങൾ വേണം പറഞ്ഞോളാം ഞാൻ പറഞ്ഞു. അപ്പം പറഞ്ഞു, സാറേ ചവിട്ട് കിട്ടും, എനിക്ക് ജീവിക്കണ്ടേ, അറിയാലോ അദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്നൊക്കെ പറഞ്ഞ്. എൻ്റെ ബെട്ടാസ് ഞാൻ കൊടുത്തിരിക്കുന്ന സ്വാതന്ത്ര്യം ആരെങ്കിലും. ശരി, വരട്ടെ ചാക്കോച്ചൻ, അവനും ഉണ്ടോ? വരട്ടെ, അവൻ്റെ ഒരു കുറവുണ്ടാകണ്ടല്ലോ. ഇനി എൻ്റെ ചെറുപ്പകാലത്തൊന്നും എൻ്റെ അപ്പനെ എനിക്കായി കിട്ടിയിട്ടില്ല. ഒരു സിനിമയ്ക്ക് പോകാനോ അല്ലെങ്കിൽ പപ്പയോടൊപ്പം ഒരു ടൂറ് പോകാനോ ഒന്നും എൻ്റെ ഓർമ്മയിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ല.
പക്ഷേ കേരളത്തിലെ എല്ലാ നേതാക്കന്മാരെയും നോക്കിയറിയാം അവരൊക്കെ പലപ്പോഴും മാസത്തിലൊന്ന് എങ്കിലും ഒരു ടൂറ് പോവുകയും സിനിമ കാണുകയും വർഷത്തിലൊന്നെങ്കിലും കുടുംബത്തോടൊപ്പം ഒരു യാത്ര ഒക്കെ ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങളോടൊപ്പം അത്തരത്തിലുള്ള സമയം ചെലവഴിക്കാൻ പോലും പപ്പായ്ക്ക് സമയം കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ് പപ്പായ്ക്ക് ഞങ്ങളുടെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കാൻ സാധിക്കാതെ വന്നത്? എടാ, എങ്ങനെ നീ ധൈര്യം സംഭരിച്ചു ചാക്കോച്ച ഇതൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട്? നിന്റെ കാര്യം കട്ടപ്പൊക്കെ കേട്ടോ. ഇപ്പം അവരോടൊന്ന് ചോദിച്ചേ, ഇതുപോലെ മക്കൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവൻ അവൻ പറഞ്ഞെന്താണ്? എന്താ പറഞ്ഞു? സ്വാതന്ത്ര്യം കൊടുത്തു, പക്ഷെ ഒരു പിതാവിൻ്റെ അടിസ്ഥാന കർമ്മങ്ങൾ നിറവേറ്റുന്നതിൽ പി സി ജോർജ് പരാജയപ്പെട്ടു. ഈ അപ്പൻ അത് ഞാൻ അങ്ങനെ പെരുമാറിയത് കൊണ്ട് അവൻ സ്വയം ജീവിക്കാൻ പഠിച്ചിട്ടുണ്ട്. ഓ, അത് തന്ത്രപരമായൊരു ഇടപാടായിരുന്നു. അല്ല, സത്യം പറയട്ടെ, അവൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ ഒരു ഉദാഹരണം കേട്ടു, ഒരു കാര്യത്തിൽ ഞാൻ ഇടപെടാറില്ല. അവനിപ്പോൾ വസ്തു നോക്കുന്നതോ ഞാൻ കൊണ്ട് നോക്കാറില്ലെന്ന് പി സി ജോർജ് അദ്ദേഹം പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഇടപെടേണ്ട സ്ഥലത്ത് ഇടപെടാതിരുന്നു. അതുകൊണ്ട് അവൻ അത്രയും വിവരവും ബോധം ഉണ്ടായിരുന്നേ, സ്വയം അവന് കഴിവുണ്ടായി. എന്നാലും ഒരു ഭാര്യയ്ക്ക്, ഒരു മകന്, മക്കൾക്ക് ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ അവരുടെ കൂടെയൊക്കെ അപ്പം പോകണമെന്നുള്ളത്? എൻ്റെ പൊന്നും ബട്ടാസി, എന്നെ വിശ്വസിക്കുക, എൻ്റെ ഭാര്യ ആദ്യം കല്യാണം കഴിഞ്ഞ് അവള് 7 ദിവസമുള്ളിൽ 6 ദിവസവും അവിടെ വീട്ടിലാണ്. എൻ്റെ ഗതി ഞാൻ ചുവന്നുകൊണ്ട് പോകണം. എന്താണ് ഇങ്ങോട്ട് വരണ്ടേ? അവിടെ രാത്രി അവിടെ പോയി കിടക്കുള്ളൂ. അപ്പനും അമ്മയും അവൾക്ക് പണിത്. അപ്പം ഞാൻ ചെയ്യുന്നത് ഞാൻ ഈ സ്വഭാവം താങ്ങാൻ പറ്റാത്തതുകൊണ്ട് അല്ലെന്നേ, ഒയ്യോ, എന്നെ വിശ്വസിക്കുക. ഞാൻ എന്നിട്ട് എനിക്ക് അവിടെ പോയി കിടക്കാൻ പറ്റുമോ? ഞാൻ രാവിലെ ഇവളെ ഇല്ലാതെ വണ്ടിയും കൊണ്ടുപോയിട്ട് ഞാൻ പോരും. രാവിലെ വീട്ടിൽ മനുഷ്യൻ വരത്തില്ല. എന്നുവെച്ചാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വീണ്ടും ഞാൻ അവിടെ പോയി കിടക്കണം. അല്ലെങ്കിൽ രാവിലെ അവളെ കൊണ്ട് ഇങ്ങോട്ട് വരണം. സിനിമയ്ക്ക് പോകണമെന്ന് പറഞ്ഞു ഒരു ദിവസം, നിർബന്ധം. ഞാൻ സിനിമ കാണാറില്ല. സിനിമ കാണും, നമ്മൾ ടി വിയിലൊക്കെ വരുന്ന സിനിമ അല്ല, ഞാൻ തിയേറ്ററിൽ പോകാറില്ല. അപ്പോൾ ഒരു ദിവസം പോയേക്കാം, ഇവിടെ നിർബന്ധം പോയിട്ടുണ്ടെങ്കിലും അഭിനയത്തിൽ മോശമൊന്നുമില്ല, അതുണ്ട്. പക്ഷേ സിനിമ കാണാൻ സമയം കിട്ടാം. ഇവളുമായിട്ട് ഒരു സിനിമ ജീവിതത്തിൽ കാണാൻ പോയിട്ടുള്ളൂ. ഞാൻ അതിനകത്ത് ഇരുന്ന് ഉറങ്ങി, അവള് സിനിമ കണ്ടു. സത്യാവസ്ഥയാണ്. ഏത് സിനിമയായിരുന്നത്? അത് ഏതാന്ന് പോലും ഓർക്കുന്നില്ല. ഇപ്പോൾ ആദ്യ 81 കാലഘട്ടം ആദ്യം പ്രണയ സിനിമയായിരിക്കണം. അല്ലെന്ന്, അങ്ങനൊന്നും ഇതൊന്നും ഇല്ലെന്ന്, അങ്ങനൊന്നും ഇല്ല. ഇത് കേട്ടോളൂ. പ്രണയമൊന്നുമില്ലേ പി സി ജോർജിന്? മനുഷ്യനെല്ലാം ഉള്ളതെല്ലാം ഉണ്ടല്ലോ. ഞാൻ മനുഷ്യനുണ്ട്. അതായത് ആഴ്ചയിൽ 6 ദിവസം ഭാര്യ വീട്ടിലും 1 ദിവസം എൻ്റെ അമ്മയുടെ വീട്ടിലും. അത് കഴിഞ്ഞ് പതുക്കെ സ്നേഹത്തോടെ വർത്തമാനം പറഞ്ഞ് 5 ദിവസം അവിടെയും 2 ദിവസം എൻ്റെ വീട്ടിലുമായി. കുറച്ചു വന്ന് 1 ദിവസം അവിടെ 6 ദിവസം അവിടെയായി. അത് കഴിഞ്ഞൊരു 80, 90, 92 ആയപ്പോഴത്തേക്കിന് 7 ദിവസം എൻ്റെ വീട്ടിലെ. എൻ്റെ പൊന്നു ചേച്ചി ഇനി എൻ്റെ അമ്മ പറഞ്ഞു പോകും. ഇതെപ്പോ എടുത്ത ഇതൊക്കെ കുടുംബത്തോടുള്ള ഒരു അറ്റാച്ച്മെൻ്റാണ് മെയിൻ. പുള്ളിയുടെ കുടുംബത്തോടുള്ളൊരു നല്ലൊരു ഗൃഹനാഥൻ. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, അതൊക്കെ പുള്ളിക്ക് താല്പര്യമുള്ളൊരു കാര്യമാണ്. എപ്പോഴും സാധിക്കാറില്ലെങ്കിലും ഉള്ളപ്പോൾ സന്തോഷത്തോടുകൂടി. പിന്നെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണത്തോടുള്ള താല്പര്യം, ഭാര്യ ഉണ്ടാക്കുന്ന ഭക്ഷണം, മോളുണ്ടാക്കുന്ന ഭക്ഷണം, ഇതൊക്കെ പുള്ളിക്ക് ഒരുപാട് താല്പര്യമാണ്. അതായിരിക്കാം ഓടി വരുന്നത്. നിങ്ങൾ ചോദിക്കുന്നത് ഓടി വീട്ടിലേക്ക് വരുന്നത്. ഇതെപ്പോൾ പോയി പിടിച്ചതല്ല? ഭാര്യയെ കൊണ്ട് ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞ് പറയിപ്പിച്ചിട്ട് ഇപ്പം എന്നോട് ചോദിക്കുക എപ്പം പിടിച്ചു. സത്യമാണ്, ഞാൻ അറിഞ്ഞില്ല. ഇത് എന്നോട് പറഞ്ഞില്ല. താങ്കളുടെ കയ്യിൽ 2 തോക്കില്ലേ ലൈസൻസ് ഉള്ളത്? ലൈസൻസ് 2 തോക്കുണ്ട്. 2 ഈ 2 തോക്കിൽ 1 തോക്ക് അവിടെ വെച്ച് കൊടുത്തിട്ടല്ലേ ഇത് പറയിപ്പിച്ചത്? തോക്ക് അവള് കിടക്കുന്ന കട്ടിൽ അവിടെ ചാരി വെച്ച് 12 ബോറ്. ഓ, അത് ശരി. അവിടെ കിടക്കുന്ന ഞാൻ എൻ്റെ ബെഡ്റൂം ഉണ്ടല്ലോ, ആ അവിടെ ചാരി. ഇപ്പം ചുമ്മാ വന്ന് വിളിച്ചു ചോദിച്ചോളൂ, അവിടെ ചാരി ഇരിപ്പുണ്ട് ആ തോക്ക്. പിസ്റ്റള് അത് എൻ്റെ വണ്ടിക്കകത്തിരിപ്പുണ്ട്. അതാണ് ഇടയ്ക്ക് മറ്റേ കോൺഗ്രസ്സുകാരെ വെടിവെക്കാൻ വേണ്ടി എടുത്തു. കോൺഗ്രസ്സുകാരല്ലേ എന്നെ കൊല്ലാൻ പറ്റുന്നതിനെ വെടിവെക്കാൻ അത്രേ ഉള്ളൂ. അല്ലാതെ കോൺഗ്രസ്സുകാർ നമ്മുടെ ആളുകളല്ലേ, കുഴപ്പമൊന്നുമില്ലെന്ന് പേടിച്ചു. എനിക്കാ അമ്മാരെ അങ്ങനെയൊന്നും കൈകാര്യം ചെയ്യാൻ പറ്റില്ലെന്ന് പി സി ജോർജ് ഇപ്പോൾ മനസ്സിലാക്കി. അവർക്കും മനസ്സിലായിട്ടുണ്ട്. എന്നാ സംശയിക്കുന്നു. ഭാര്യയിലേക്ക് വരാം, അങ്ങോട്ട് വരും നമ്മൾ. ഇനിയുണ്ടോ അങ്ങോട്ട്? പക്ഷേ ഭാര്യ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് പുറമേക്ക് താങ്കൾ വളരെ പരുക്കനും മുരടനൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ശബ്ദധാരാവലിയിലെ എല്ലാ നല്ല പദങ്ങളും ഉപയോഗിച്ച് തെറി പറയുമെങ്കിലും വീട്ടിലെത്തി കഴിയുമ്പോൾ കുറച്ച് മര്യാദക്കാരനാണ്. അതേന്ന് ഞാൻ വീട്ടിൽ ഒരിക്കലും പിണങ്ങാറില്ല. പിള്ളേർ വഴക്ക് പറയേണ്ടി വരാറില്ല. പിന്നെ വിഷയം ഉണ്ടെങ്കിൽ തന്നെ ചോറ് പാറു ഭക്ഷണം തരണം.
ഭക്ഷണം നിർബന്ധമില്ലെന്നേ. ഉച്ചയ്ക്കൊക്കെ വരുമ്പോൾ ചിലപ്പോൾ 2 മണി 3 മണിക്കല്ലേ ഭക്ഷണം കഴിക്കാൻ വരിക. ഉണ്ടെങ്കിൽ അടുത്താണ് വീട്ടിൽ വന്നേ കഞ്ഞി കുടിക്കുള്ളൂ. അപ്പോൾ ചൂട് കഞ്ഞിയാണ് കുടിക്കുക. കഞ്ഞി വലിയ ചെറുനാരങ്ങയൊക്കെ മതി. രാത്രി ഭക്ഷണം ഉഷയുണ്ടാവും. അത് ഇച്ചിരി ഹാർഡാണ്. കാരണം ചപ്പാത്തിയോ നമ്മുടെ ഇടിയപ്പം എന്തൊക്കെ കഴിക്കും. അപ്പം ഇറച്ചിയോ ഒക്കെ കാണും, മീനോ ഒക്കെ കാണും. അത് ഇച്ചിരി ഹെവി ആയിട്ട് കഴിക്കും. അതാണ് എൻ്റെ ഈ വയറ് വെക്കാൻ കാരണം. വയറ് കുറയ്ക്കണം തോന്നിയിട്ടില്ലേ PCR? ഇതുവരെ തോന്നി ഇത് അവർ സുഖം. എന്താ കാരണം വെച്ചാൽ ഇപ്പോൾ ഈ ചെറുപ്പക്കാർക്കൊക്കെ ചില ആൾക്കാർക്കൊക്കെ ഒരു ആരാധനയൊക്കെ താങ്കളോട് തോന്നുന്ന സമയമുണ്ട്. ഈ സമയമൊക്കെ വരുമ്പോൾ ഒന്ന് വയറൊക്കെ കുറച്ചൊന്ന് ട്രിമ്മായിട്ട് നല്ല ഞാൻ ഇനി പെണ്ണ് കെട്ടാൻ ഉദ്ദേശിച്ചു. ഹരിത MLA-മാരൊക്കെ നടക്കുന്ന പോലെ PC ജോർജ്, ഹരിത MLA-മാരൊക്കെ നടക്കുന്ന പോലെ അല്പം സൗന്ദര്യത്തോടെ നടക്കണമെന്ന് തോന്നാറില്ലേ? ഹരിത MLA-മാരില്ല. ഹരിത MLA-മാർ എന്ന് പറയുന്നത് ആരാണ്? മണ്ണിൻ്റെ മണമുള്ള MLA-മാരെ ഹരിത MLA-മാർ. ഈ മറ്റേ ഈ ഹരിതം എന്ന് പറയപ്പെടുന്ന ഹരിതമുണ്ടല്ലോ, അതൊക്കെ ഈ ഹരിതം വേണ്ട. പിന്നെന്താണ്? വേറെ നിറം വല്ലതും കൊടുത്താൽ മതി. എന്താ പറ? അതെന്തുകൂടെ കൊടുത്തു. ഏതായാലും ഞാൻ പറയാം, ഹരിത MLA എന്ന് പറയുന്നത് കേരളത്തിലെ 140 നിയമമണ്ഡലത്തിൽ ശുദ്ധ തട്ടിപ്പാണ്. ആ ആലപ്പുഴ ടൗൺ ഹരിതം പറയാൻ കഴിയില്ല, കൊല്ലം ടൗൺ ഹരിതം പറയാൻ കഴിയില്ല, തിരുവനന്തപുരം ടൗൺ ഹരിതം പറയാൻ കഴിയില്ല, അല്ലെങ്കിൽ കോഴിക്കോട് ടൗൺ ഹരിതം പറയാൻ കഴിയും. ബാക്കിയെല്ലാം ഹരിതമാണ്. ഗ്രാമീണ മേഖലയല്ലേ, അവിടെ മുഴുവൻ പച്ചപ്പല്ലേ. സ്വാഭാവികം പറഞ്ഞു വരുന്നത് എന്താണ്? അതായത് ഈ ഹരിത MLA-മാരെന്ന് പറയുന്നത് തട്ടിപ്പാണോ? തട്ടിപ്പാണ്. ഹരിത MLA-മാർ ആരെങ്കിലും അങ്ങനെ MLA-മാരില്ലെന്നത് തട്ടിപ്പാണ്. സംശയം എന്താ? എങ്ങനെ എറണാകുളം ടൗണിൽ താമസിക്കുന്ന MLA ഹരിതയാകുന്നത് എങ്ങനെയാണ്? എനിക്ക് മനസ്സിലായില്ല. ഹരിതം എന്ന് ഞാൻ പച്ചപ്പ് വേണ്ടേ? എവിടെ പച്ചപ്പ്? ഞങ്ങളുടെ ഗ്രാമങ്ങളിൽ.